എന്റെ പ്രിയമുള്ളവരെ, ബാങ്ക് വിളിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമെന്താ? എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, പള്ളിയിലെ ഖതീബിനെ ബഹുമാനിക്കുന്നവരുണ്ടല്ലോ, പള്ളി കമ്മിറ്റിക്കാരെ ബഹുമാനിക്കുന്നവരുണ്ടല്ലോ, നാട്ടിലെ ഹാജിയാക്കന്മാരെ കാണുമ്പോ എഴുന്നേറ്റ് നിൽക്കുന്നവരുണ്ടല്ലോ. പക്ഷേ പള്ളിയിലെ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനെ കാണുമ്പോൾ എന്തേ എഴുന്നേക്കാത്തത്? ആ മനുഷ്യനെ എന്തേ ഉസ്താദെന്ന് വിളിക്കാത്തത്? ആ മനുഷ്യന് പരിഗണന കൊടുക്കാത്തവരുണ്ടല്ലോ. എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു തരികയാ, നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് ഞാനും നിങ്ങളും കടന്നു ചെല്ലുമല്ലോ. ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മോദി കഴിയുമ്പോ പള്ളിപ്പറമ്പിൽ നിന്ന് എഴുന്നേറ്റ് നടക്കുകയാണ്. ഇവിടത്തെ ഖബർസ്ഥാനിൽ നിന്ന് ഈ നിരന്നിരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും മുഴുവനും എഴുന്നേറ്റ് നടന്നു പോവുകയാ. പട്ടികയുടെ കോലത്തില്, പന്നികയുടെ കോലത്തില്, കഴുതയുടെ രൂപത്തില്, പേപ്പട്ടികയുടെ രൂപത്തില് നടന്നു വരുന്നവർ, ഇടഞ്ഞു വരുന്നവർ, മുഖത്തു മാംസമില്ലാത്തവർ, കുഷ്ഠരോഗിയെ പോലെ വരുന്നവർ, ഇതുപോലെ ജനങ്ങൾ മുഴുവനും ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ചൂട് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ മോനെ. ശരീരം വിയർക്കുകയാണ്, വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ ശരീരത്തിലൂടെ ഒഴുകുകയാണ്. എങ്കിൽ ഇതൊന്നും ഒരു ചൂടല്ലടാ, ഇതൊക്കെ നിസാരമാടാ, ഇതൊന്നും ഒരു ചൂടല്ല ചെറുപ്പക്കാരാ. ചൂടപ്പോഴാണെന്നറിയുമോ? എവിടെയാണ് ചൂടെന്നറിയുമോ? പടച്ചവനെ, അതാ 15 ലക്ഷത്തോളം കിലോമീറ്ററുകളിൽ മുകളിൽ നിൽക്കുന്ന പടച്ചറപ്പിന്റെ സൂര്യനുണ്ടല്ലോ, എന്റെയും നിങ്ങളുടെയും തലയുടെ മുകളിൽ ഒരു ചാണ് മുകളില് ഈ സൂര്യൻ വന്ന് നിൽക്കുന്ന ഒരു ദിവസമുണ്ടടാ ചെറുപ്പക്കാരാ. ഇതൊന്നും കഥയല്ലടാ, ഏതെങ്കിലും ഒരു നോവലിൽ എഴുതി വെച്ചിരിക്കുന്ന കെട്ടുകഥയല്ല. അങ്ങനെ ഒരു ദിവസം വരുമടാ ചെറുപ്പക്കാരാ. ചൂടുള്ള നാളുണ്ട്, ഖിയാമം നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ. വൻദോസ വണ്ടിയോ മായി വരുന്നേ കാളാ. ക്ഷീണത്തിനാലൊലിക്കുന്നതാണേളാ. സുഹൃത്തുക്കളെ, തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല തങ്ങു ചെന്നാൽ കോള. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള് അടുപ്പിൽ ചോറ് വെച്ച് തിളപ്പിക്കുമല്ലോ, ആ ചോറിങ്ങനെ തിളയ്ക്കുന്നത് നോക്കി നിൽക്കുമല്ലോ. എന്റെ പെങ്ങള്, നാളെ പരലോകത്ത് വെച്ച് നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന നിന്റെ തലച്ചോറുണ്ടല്ലോ, നിന്റെ മൂളയുണ്ടല്ലോ, ആ തലച്ചോറിങ്ങനെ തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിക്കുന്ന ഒരു ദിവസം വരാനുണ്ട് മോളെ. അന്നല്ലേ റസൂലുള്ള പറഞ്ഞത്? നീ പറയുന്നല്ലോ പ്രസവത്തിന് മരണവേദനയാണെന്ന്. പ്രസവത്തിന് മരണവേദനയാണെന്ന് പറയരുത്. ഒരിക്കലും പ്രസവത്തിന് മരണവേദനയല്ല, അത് മരണവേദനയുടെ ഒരു അംശം മാത്രമാ. ഞാൻ വേദനയില്ല എന്ന് പറയുന്നില്ല. ഈ വേദന പോലും സഹിക്കാൻ കഴിയാതെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ അകത്ത് കടന്ന് വിളിച്ചുകൂവിയ പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, പരലോകത്തെങ്ങാനും ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ അവള് പ്രസവിക്കുന്നത് അറിയില്ല ആയിഷ. അന്നത്തെ ദിവസത്തില് ഒരു പെണ്ണ് പ്രസവിക്കുന്നതറിയില്ല, അവളാ വേദന അറിയില്ലെന്ന് മുത്തുനബി അവിടെന്ന് പറയുമ്പോ അത് മതിയല്ലോ ആ ദിവസത്തെ കുറിച്ച് മനസ്സിലാക്കാറ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എല്ലാവരും നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ തലതാഴ്ത്തി പിടിച്ചിട്ട് എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, സഹാബാ, രണ്ട് വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കുകയാ. രണ്ട് വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കുകയാണ്.
അതിലെ ഒരു വിഭാഗം ആരെന്നറിയുമോ? ഇവിടത്തെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനിന്റെ മുഖം നീ ഓർത്തു വെച്ചോ. ആ രണ്ട് വിഭാഗത്തിലെ ഒരു വിഭാഗം അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ച മനുഷ്യനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ബാങ്ക് വിളിക്കാൻ പറയുന്നതെന്നറിയുമോ? അതാ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ആ ബാങ്കിന്റെ ശബ്ദം ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം കേൾക്കുന്നുണ്ടോ, അത് മൃഗങ്ങളാകട്ടെ, മനുഷ്യനാകട്ടെ, മരങ്ങളാകട്ടെ, ഇലകളാകട്ടെ, ഇഴജന്തുക്കളാകട്ടെ, കല്ലുകളാകട്ടെ, മണൽത്തരികളാകട്ടെ, ഏതെല്ലാം വസ്തുക്കൾ കേൾക്കുന്നുണ്ടോ അത് മുഴുവനും ആ മനുഷ്യന് വേണ്ടി പാപമോചനം തേടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ ചോദിക്കുന്നു, സിറാജ് ഉസ്താദ്, നിങ്ങൾക്ക് ബാങ്ക് വിളിക്കാൻ കഴിയില്ലല്ലോ ഉസ്താദേ, പള്ളിയിൽ ശമ്പളം കൊടുത്തൊരു മുഅദ്ദിനെ നിർത്തിയിട്ടില്ലല്ലോ, നിങ്ങൾക്ക് ബാങ്ക് വിളിക്കാൻ കഴിയില്ലല്ലോ, പിന്നെ എങ്ങനാ ഞങ്ങളുടെ പാപം പൊറുക്കുന്നത്? ആരാ പറഞ്ഞത് ബാങ്ക് വിളിക്കാൻ കഴിയില്ലെന്ന്? അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാ, പെങ്ങളേ, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ആ മുഅദ്ദിന് പറയുന്നത് പോലെ നീയും പറയണേ. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് മുഅദ്ദിനെ വിളിക്കുകയാണ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അവിടെ ബാങ്ക് വിളിക്കുമ്പോ നീ പറയണം, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ കൂടെ പറയണം, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഅദ്ദിന് പറയുന്നത് പോലെ നീ പറ പെങ്ങളെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് ആ മുഅദ്ദിന് പറയുന്നത് പോലെ നീയും കൂടെ പറഞ്ഞോ, നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ പഠിച്ചവനെ ആർക്കാ സമയമുള്ളത്? എവിടെയാണ്, ആരാണ് ബാങ്ക് വിളിയെ ബഹുമാനിക്കുന്നത്? അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ പള്ളിക്കകത്തിരുന്ന് സംസാരിക്കുന്നവരുണ്ട്, പഠിച്ചവനെ കമ്മിറ്റി ഓഫീസിന്റെ അകത്തിരുന്ന് സംസാരിക്കുന്നവരുണ്ട്, പള്ളിയുടെ മുന്നിലിരുന്ന് സംസാരിക്കുന്നവരുണ്ട്. ആരാ പരിഗണിക്കുന്നത്? എന്റെ ചെറുപ്പക്കാരാ, ബാങ്ക് വിളിക്കുന്ന സമയത്ത് നിന്റെ ചെവിയിലിരിക്കുന്ന ഫോണൊന്ന് ഓഫാക്കാറ്. പെങ്ങളെ ഒന്ന് താഴ്ത്തി വെക്കാൻ മനസ്സില്ലാത്ത പെണ്ണ്, അറിയുവോ പൊന്നുമോളെ നിനക്കതിന്റെ മഹത്വം എന്താണെന്ന്? ആ ബാങ്ക് വിളിയുടെ മഹത്വം എന്താണെന്ന് നിനക്കറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു തരികയാ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്തെന്നറിയുമോ? ഈമാനുള്ള മരണവാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞല്ലോ, സഹാബാ, ഏതെങ്കിലും ഒരു മനുഷ്യന് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടന്നാൽ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കണേ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാണ് മലക്കുൽ മൗത്ത് അസ്റായീൽ. അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ കടന്നു വന്ന് കാലിന്റെ തള്ളവിരൽ മുതൽ റൂഹ് പിടിച്ച് അവസാനം തൊണ്ടക്കുടിയിലേക്ക് കൊണ്ടുവെക്കുന്ന അവസാന സമയത്ത് അല്ലാഹു തന്ന നാവുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു മരിക്കണമെന്നല്ലേ? നിസ്കരിച്ചവന് സ്വർഗമുണ്ട്, ഖുർആൻ ഓതുന്നവന് സ്വർഗമുണ്ട്, പള്ളി കെട്ടിക്കൊടുക്കുന്നവന് സ്വർഗമുണ്ട്, ഹജ്ജ് ചെയ്തവന് സ്വർഗമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ഓരോ നന്മകൾ എണ്ണി പറഞ്ഞല്ലോ.
എന്നിട്ട് പറഞ്ഞ സ്വർഗമുണ്ട്, സ്വർഗമുണ്ട്. ആ മനുഷ്യൻ അല്ലാഹു സ്വർഗം കൊടുക്കുമെന്ന് മുത്തുനബി പറയുമ്പോ പ്രിയപ്പെട്ട പെങ്ങള്, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വർഗത്തിൽ പോകുമെന്നല്ല പറഞ്ഞത്, അവന് സ്വർഗമുണ്ടെന്നല്ല പറഞ്ഞത്. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചെന്നാ പറഞ്ഞത്. സ്വർഗത്തിൽ പോകുമെന്നല്ല, അവൻ സ്വർഗത്തിൽ കടന്നെന്നാണ് മുത്തുനബി അവിടെ നിന്ന് പഠിപ്പിച്ചതെന്നത്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, മരിക്കാൻ കിടക്കുന്ന സമയത്ത് എത്ര വലിയ കൊലകൊമ്പനാകട്ടെ, ഏത് പണ്ഡിതനാകട്ടെ, എത്ര വലിയ വലിയാകട്ടെ, നിന്റെ ചാരത്ത് വന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നാൽ നാക്ക് പൊങ്ങണ്ടേ, പറയാൻ നാവിന് കഴിയണ്ടേ. പാങ്ക് വിളിച്ച സമയത്ത് സംസാരിച്ച പെണ്ണ്, നിനക്കതിന് കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. പഠിച്ചിട്ടില്ലേടോ, മദ്രസയിൽ 2ാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ, പാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കരുത്, അവന് സഹാദത്ത് കരിമ പറയാ, അവന്റെ നാവ് പൊങ്ങില്ല എന്ന് മദ്രസയിൽ പഠിച്ചവനല്ലേ. എന്തേ നിനക്ക് കളിയായി പോയോ, എന്തേ നിനക്ക് നിസാരമായി പോയോ? അല്ലാഹ് ഞങ്ങൾക്ക് ഈമാൻ തരണേ അല്ലാഹ്. മദ്രസയിൽ പഠിച്ചവരാണ്. ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കരുത്, സംസാരിക്കുന്നവന്റെ മരണം മോശമാ, അവന് ഷഹാദത്ത് കലിമ പറയാൻ അവന്റെ നാവ് പൊങ്ങില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് മക്കള് ടിവിയുടെ ഫ്രണ്ടിൽ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോ ഉമ്മയ്ക്ക് ബോധമുണ്ട്. ഉമ്മ പറയണെന്തെന്നറിയോ? പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ സിനിമയും സീരിയലും കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളോട് ഉമ്മ വിളിച്ചു പറയും, ഒന്ന് സൗണ്ട് കുറയ്ക്കടി, ബാങ്ക് വിളിക്കുന്നു, ഒന്ന് സൗണ്ട് കുറയ്ക്ക്, ബാങ്ക് വിളിക്കുന്നു. എല്ലാ ഉമ്മമാരും പറയാറുണ്ട്. എന്റെ പെങ്ങളെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നീ പറയണത് എന്താ? പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നു, സൗണ്ട് കുറയ്ക്ക്. നിർത്താനല്ല പറയുന്നത്, TV നിർത്താന്നല്ല പറയുന്നത്, സൗണ്ട് കുറയ്ക്കാൻ. ഒരുത്തൻ പണ്ട് കള്ളുഷാപ്പിൽ പോയി കള്ളു കുടിക്കാൻ കള്ളുഷാപ്പിൽ പോയി കള്ളു കുടിച്ചോണ്ടിരിക്കുമ്പോ ഞണ്ടിന്റെ കറി കൊണ്ടുവന്ന് മുന്നിൽ വെച്ചു കൊടുത്തു. അപ്പൊ സപ്ലയറോട് പറയാ, ഇത് ഞങ്ങൾക്ക് കഴിക്കാൻ പാടില്ല, കറാഹത്താണ്, ഇവൻ കുടിക്കണത് ഹറാം. കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്നവനാ പറയുന്നത്, ഞണ്ട് ഞങ്ങൾക്ക് കഴിച്ചൂടാ, ഇത് കറാഹത്ത, എടുത്തോളെ. നീ ചെയ്യണ അതുപോലെ തന്നെയല്ലേ? പച്ച ഹറാമ് നിന്റെ മക്കള് വീട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. പള്ളിന്ന് ബാങ്ക് വിളിക്കുമ്പോ നീ പറയാ കുറയ്ക്കണ്ട, ആമിനെ കൂട്ട്, എങ്കിലേ നിന്റെയൊക്കെ നാക്ക് പൊങ്ങാതിരിക്കത്തുള്ളൂ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, കളിയും തമാശയും ബാങ്കിന്റെ വിലയേറിയില്ല. ബാങ്ക് വിളിക്കുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ബാങ്ക് വിളിക്കുമ്പോൾ മുഅദ്ദിൻ പറയുന്നത് പോലെ നിങ്ങളും പറ, നിങ്ങളും അത് കൂടെ പറ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ മുഅദ്ദിൻ വിളിക്കുമല്ലോ, ലാ ഇലാഹ അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് മുഅദ്ദിനങ്ങോ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ നീ പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വ്യക്തമായി പഠിക്കുമെങ്ങള്, മുത്തുനബിയുടെ പേരിൽ നീ സ്വലാത്ത് പറയണേ. എന്നിട്ട് നീ പറയണം, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദിനൽ വസീലത വൽ ഫദീലത വദ്ദറജത റഫീഅ വബഅസുഹു മഖാമൻ മഅമൂദൻ അല്ലദീ വഅത വർസുഖ്നാ ശഫാഅത യൗമൽ ഖിയാമ. എത്ര പേരാ ദുആ ചെയ്യുന്നത്, എത്ര പേരാ ദുആ
ചെയ്യുന്നത്. ഇത് ചെയ്താ കിട്ടുന്ന പ്രതിഫലം നിനക്കറിയുമോടാ ചെറുപ്പക്കാരാ? വാപ്പാ, നിന്റെ രക്തം വിയർപ്പാക്കി അധ്വാനിച്ച് വളർത്തുന്ന പൊന്നാര മക്കളുണ്ടല്ലോ, മക്കളെന്ന് പറഞ്ഞാ നിനക്ക് ജീവനാണല്ലോ. എങ്കിലും നാളെ പടച്ചിറപ്പിന്റെ പരലോകത്ത് വെച്ച് അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് നിന്റെ മക്കള് നരകത്തെ കാണുമ്പോ അല്ലാഹുവിനോട് പറയുന്നു, അല്ലാ, എന്റെ പാപങ്ങൾ മുഴുവനും എന്റെ വാപ്പാടെ തലയിൽ കെട്ടിവെക്ക്. ആ മനുഷ്യൻ ജീവിതത്തിൽ ചെയ്ത നന്മകളെടുത്ത് എനിക്കിതാ പടച്ചവര് എന്നെ സ്വർഗത്തിൽ വിട്, എന്റെ വാപ്പാനെ വേണമെങ്കിൽ നീ നരകത്തിൽ എറിഞ്ഞോ എന്ന് നമ്മുടെ മക്കള് പോലും പറയുന്ന ഒരു ദിവസമുണ്ട്. നിങ്ങള് കെട്ടിപ്പിടിച്ച് മടിയിൽ കിടത്തി ഉറക്കുന്ന നിന്റെ പൊന്നാര മക്കളുണ്ടല്ലോ, ആ മക്കള് നാളെ പടച്ചിറപ്പിന്റെ പരലോകത്ത് വെച്ച് ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കാലു പൊള്ളുകയാ. ഉടുതുണിയില്ലല്ലോ, ചെരുപ്പില്ലല്ലോ, അതാ ചെമ്പിന്റെ തറയിലാണല്ലോ. അതാ കാലു പൊള്ളുമ്പോ മക്കൾ അല്ലാഹുവോട് പറയുന്നു, അല്ലാ, എന്റെ ഉമ്മാനെ ഒന്ന് മലത്തി കടത്തി തരുവോ അല്ലാ. നെഞ്ചത്തി കേറി ഞാനൊന്ന് നിൽക്കട്ടറപ്പേ എന്ന് നമ്മുടെ മക്കള് പറയുന്ന ദിവസമുണ്ടല്ലോ. അതാ ജന്മം നൽകിയ വാപ്പ കണ്ട പരിചയം പോലും കാണിക്കൂല. അമ്മയ്ക്ക് വേണ്ട, കൂടപ്പറപ്പുകൾക്ക് വേണ്ട. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. ഒരാളും നിന്നെ തിരിഞ്ഞു നോക്കാത്ത ദിവസമുണ്ടല്ലോ. നഫ്സി 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 നഫ്സിയാ യാ വൈലതാ യാ ഖസ്റതാ. എന്റെ നാശമേ, എന്റെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ പരക്കം പായുന്ന പരലോകമുണ്ടല്ലോ. നിങ്ങളെ ആദം നബി വല്ലാത്ത വേദനയിലാണ്, നൂഹ് നബി വല്ലാത്ത പ്രയാസത്തിലാണ്. നൂഹ് നബി പടച്ചവര് ആദം നബിയുടെ മുന്നിൽ ചെല്ലുമ്പോ പറയുന്ന നൂഹ് നബിയുടെ അടുക്കൽ പോകാൻ, നൂഹ് നബിയുടെ ചാരത്ത് ചെല്ലുമ്പോ പറയുന്ന മൂസാ നബിയുടെ ചാരത്ത് പോകാൻ. മൂസാ നബി ഇബ്രാഹിം നബിയെ കാണിക്കുകയാ, ദാവൂദ് നബിയെ കാണിക്കുകയാ, യാക്കൂബ് നബിയെ കാണിക്കുകയാ, യൂനുസ് നബിയെ കാണിക്കുകയാ. ഓരോ പ്രവാചകന്മാര് അടുത്തടുത്ത പ്രവാചകരെ കാണിക്കുകയാ. അങ്ങനെ എല്ലാവരും കാണിച്ച് അവസാനം റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം ഈസാ നബിയുടെ ചാരത്ത് വരികയാ. അപ്പോഴും ഈസാ നബി കാണിക്കുകയാണ്. ആരെയാണ് കാണിച്ചു തരുന്നതെന്നറിയുമോ? ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണിച്ചു തരികയാണ്. ആ മുത്തി നബിയുടെ ചാരത്തേക്ക് പോകുമ്പോ ഒരുപാട് പേരെ ആട്ടുകയാ, ഒരുപാട് പേര് അവിടെ നിന്ന് ആട്ടിയോടിക്കുകയാണ്. ആ സമയത്ത് നീ കടന്നു ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്ന ചെറുപ്പക്കാരാ, ഇങ്ങ് വാടാ, നീങ്ങ് വാടാ, പെങ്ങളെ നീങ്ങ് വാ മോളെ, നിനക്ക് സ്വർഗമല്ലേ വേണ്ടത്? ഞാൻ വാങ്ങിത്തരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ഞാൻ വാങ്ങിത്തരാ. എന്തേ നന്മയെന്നറിയുമോ? വജബതു ലഹു ശഫാഅതി. നാളെ അല്ലാഹുവിന്റെ പ്രവാചകൻ ആരാരും സഹായിക്കാറില്ലാത്ത പടച്ചറപ്പിന്റെ പരലോകത്ത് നിന്നെ വിളിച്ചിട്ട് സ്വർഗം തരാമെന്ന് പറയാറുള്ള കാരണം പള്ളി കെട്ടിക്കൊടുത്തതിന്റെ പേരിലല്ല, ഹജ്ജ് ചെയ്തതിന്റെ പേരിലല്ല, സ്വലാത്ത് പറഞ്ഞതിന്റെ പേരിലല്ല, ഖുർആൻ ഓതിയതിന്റെ പേരിലല്ല. പിന്നെ
എന്തിന്റെ പേരിലെന്നറിയുമോ? അതാ ഞാനും നിങ്ങളും ബാങ്ക് വിളിച്ചതിന് ശേഷം ചെയ്ത ദുആയുണ്ടല്ലോ. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദിനിൽ വസീലത വൽ ഫദീലത വദ്ദറജത റഫീഅ വബഅസുഹു മഖാമൻ മഅ്മൂദൻ الذي وعدت وارزقنا شفاعة يوم القيامة. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു മനുഷ്യനെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ബാങ്ക് വിളിക്കുമ്പോ സംസാരിക്കാതെ ബാങ്കിന്റെ ജവാബ് പറഞ്ഞു, വിളിച്ചു കഴിയുമ്പോ എന്റെ പേരിൽ ഒരു സലാത്ത് പറഞ്ഞു, എന്നിട്ട് ബാങ്കിന്റെ ദുആ ചെയ്താ ഞാനവന് സ്വർഗം വാങ്ങിച്ചു കൊടുക്കും സ്വഹാബ. അതുകൊണ്ട് കളിയല്ല ഉമ്മ, മരണം പോലും മോശമാ, ഈമാനില്ലാത്ത മരണമാ. ചെറുപ്പക്കാരാ, ഫോണൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കണമടാ. ബാങ്ക് വിളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോൺ നീ കട്ടാക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു 2-3 മിനിറ്റ് നിനക്കൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കാൻ കഴിഞ്ഞ മോനെ, നാളെ നിന്റെ പാപങ്ങൾ മുഴുവനും പൊറുക്കുകയാ. അതാ പടച്ചറപ്പേ, മുത്തുനബിയുടെ കൂടെ സ്വർഗത്തിൽ പോകാനുള്ള അവസരമാ. അതുകൊണ്ട് പാപം പൊറുക്കാനുള്ള ഒന്നാമത്തെ എളുപ്പവഴിയുണ്ട്, ബാങ്ക് വിളിക്കണേ. ഒറ്റയ്ക്ക് നമസ്കരിക്കുമ്പോ ബാങ്ക് വിളിക്കണേ. ഇല്ലെങ്കിൽ ബാങ്ക് വിളിക്കുന്ന സമയത്ത് മുഅദ്ദിന് പറയുന്നത് പോലെ നിങ്ങളും പറയണേ. നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ബാങ്ക് വിളിക്കാൻ പറ്റുന്നവർ ബാങ്ക് വിളിക്ക്, ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന സമയത്ത് ബാങ്ക് വിളിച്ച് നിസ്കരിക്ക്. അതിനും പറ്റുന്നില്ലെങ്കിൽ മുഅദ്ദിൻ ബാങ്ക് വിളിക്കുമ്പോ കൂടെ നീയും അതുപോലെ പറ. അല്ലാഹു നിന്റെ പാപം പൊറുക്കും, നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടും. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവേ 10 മണിയായി. ഇൻഷാ അല്ലാഹ് 10 ഒരെണ്ണം പറഞ്ഞപ്പോ തന്നെ 10 എണ്ണം പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് എത്ര എണ്ണം പറയാൻ പറ്റുമോ അത്രയും പറഞ്ഞു ദുആ ചെയ്ത് പിരിയാം. എന്താപ്പാ ഹജിയാരെ നിൽക്കേണ്ട പേപ്പറൊക്കെ ആയിട്ട് നിർത്തറായോ? അപ്പൊ ഇരുന്ന് വാഴ കേട്ടോ. ഇൻഷാ അല്ലാഹ് 2 അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്ന വിശദീകരിക്കുന്നില്ല. അൻ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ മൻ കാന ഹീന യസ്മഉ മുഅദ്ദിന അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടുന്ന് പള്ളിയിൽ നിന്ന് മുഅദ്ദിന് ബാങ്ക് വിളിക്കുമല്ലോ, ശഹാദത്ത് കലിമ പറയുമല്ലോ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നവിടുന്ന് പറയുമ്പോ അതാ പറയണം, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു റളിയതു ബില്ലാഹി റബ്ബാ വ ബി മുഹമ്മദിൻ റസൂലാ വ ബിൽ ഇസ്ലാമി ദീനാ. പഠിച്ചോ പെങ്ങളെ, ഷഹാദത്ത് കലിമ പള്ളിയിൽ നിന്ന് മുഅദ്ദിനെ വിളിച്ചു പറയുമ്പോ നീ പറയണം, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു റളിയതു ബില്ലാഹി റബ്ബാ വ ബി മുഹമ്മദിൻ റസൂലാ വ ബിൽ ഇസ്ലാമി ദീനാ. ഈ ദുആ ആരെങ്കിലും പറഞ്ഞാൽ, ഈ പറയുന്ന ദുആ ആരെങ്കിലും പറഞ്ഞാൽ ഗുഫിറ ലഹു ദംബുഹു, അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
അലൈഹി വസല്ലം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന സമയത്ത് പറയണം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു റളീതു ബില്ലാഹി റബ്ബ വബി മുഹമ്മദിൻ റസൂല വബിൽ ഇസ്ലാമി ദീന എന്ന് പറയുന്ന ഈ ദുആ ആരെങ്കിലും പറഞ്ഞാൽ നിന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം 3 ഒരു 5 എണ്ണം പറഞ്ഞ് ദുആ ചെയ്തേക്കാം. ഒരു 5 എണ്ണം പറഞ്ഞ് ദുആ ചെയ്യാം. 2 3 പാപം പൊറുക്കാനുള്ള മൂന്നാമത്തെ വഴി അൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തവല്ലഅ ഫഅഹ്സനൽ വുളൂഅ ഖറജത് ഖതായാഹു മിൻ ജസദിഹി ഹത്താ തഖ്റുജ മിൻ തഹ്തിൽ അദ്ഫാർ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതായി മഹാനായ സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, പാപം പൊറുക്കാൻ പൈസയുടെ ചെലവില്ല ചെറുപ്പക്കാരാ, ഒരു കഷ്ടപ്പാടുമില്ല. നിങ്ങളെ റമദാനിന് മുമ്പ് കഴുകടി പൊന്നുമോള്, നിന്റെ പാപങ്ങൾ മുഴുവനും കഴുകി ശുദ്ധമാക്കിയിട്ട് നീ ഒരുങ്ങിക്കോ. അല്ലാതെ റമദാനിനെ സ്വീകരിക്കാൻ തയ്യാറായിട്ട് കാര്യമില്ല. അതുകൊണ്ട് പാപം പൊറുക്കാൻ പൈസയില്ലാതെ, കഷ്ടപ്പാടില്ലാതെ, യാതൊരു ടെൻഷനുമില്ലാതെ നിന്റെ പാപം പൊറുക്കാനുള്ള മൂന്നാമത്തെ എളുപ്പവഴി എന്തെന്നറിയുമോ? ഉസ്മാൻ തങ്ങളാണ് പറയുന്നത്. സാധാരണ സഹാബിയല്ല, അല്ലാഹുവിന്റെ പ്രവാചകൻ 2 പെൺമക്കളെ കെട്ടിച്ചു കൊടുത്ത ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. ഉസ്മാനുദ്ദീൻ നൂറൈൻ എന്ന അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പരിചയപ്പെടുത്തിയ, ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് അവിടുന്ന് തന്റെ ശത്രുക്കളുടെ വെട്ടുകൊണ്ട് അവിടുന്ന് ഷഹീദാകുമ്പോ കയ്യിലിരുന്ന പരിശുദ്ധമായ ഖുർആൻ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് അല്ലാഹുവേ ഉസ്മാൻ തങ്ങളുടെ ചുടുരക്തം വീണ ആയത്തതായിരുന്നു പെങ്ങള്. ആ ഉസ്മാൻ തങ്ങൾ പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ ഏതെങ്കിലും ഒരു മനുഷ്യന് വുളുവെടുത്താൽ, ഏതെങ്കിലും ഒരു മനുഷ്യൻ വുളൂ ചെയ്താൽ അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ എടുത്തു. ആരെങ്കിലും ഒരു മനുഷ്യന് ഒളുവെടുത്താൽ എന്നല്ല പറഞ്ഞത്, കേൾക്കണം. ഒളുവെല്ലാരും എടുക്കും, ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും ഒളുവെടുക്കും. ഒളുവെടുക്കുന്ന എങ്ങനെയാണെന്നറിയോ? മദ്രസയിൽ പഠിച്ചിട്ടുണ്ട് 3 പ്രാവശ്യം കൈ കഴുകണം, പിന്നെ വാ കഴുകണം, മൂക്ക് കഴുകണം, മുഖം കഴുകണം, കൈമുട്ടുൾപ്പെടെ കഴുകണം. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ പള്ളിയിൽ പോയിട്ട് ഒളുവെടുക്കുന്നത് നോക്കിയാൽ മതി. ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ ഒളുവെടുപ്പെന്ന് പറഞ്ഞാൽ അവനൊന്നും സമയമില്ല, ഓടി ഇങ്ങോട്ട് വന്നിട്ട് അവന് പിന്നെ കയ്യിൽ ഇങ്ങനെ വെള്ളം കോരി കഴുകാനൊന്നും വയ്യാത്തത് കാരണം ഹൗദിന്റെ അകത്തിട്ട് 3 മുക്കലങ്ങ് മുക്കും. ഇങ്ങനെ അവൻ എന്ത് കൈ എഴുവല്? അവന് തല കൂടെ മുക്കാൻ പറ്റുമെങ്കിൽ അവന് മുക്കേനെ. ഇന്നത്തെ ചെറുപ്പക്കാരൻ ഇങ്ങനെ ഒരു മുക്കല, എന്നിട്ട് പെയിന്റടി, അങ്ങനെ പെയിന്റടി. ഇതിലാണ് ഇന്നത്തെ ഒളിവ്. എടാ, ഇങ്ങനത്തെ ഒളിവെടുക്കുന്നവനല്ല, അവന് പാവമല്ല പൊറുക്കണം, അവൻ നരകത്തിലാ പോണത്. അല്ലാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറയുന്നത് പറ്റിയില്ലേ? അതിന് പൈസ വല്ലതും വേണോ? അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഈമാൻ, നീയൊക്കെ വിചാരിച്ചോ ഈ തഴമ്പ് ഇങ്ങനെ കാണുമ്പോ ഓൻ ഈമാനുള്ളവനാട്ടോ? കാരണം തഴമ്പുണ്ട്, താടിയുടെ നീളം കണ്ടോ, ആ ഫർദ ഹിജാബ് ഇട്ട് കിടക്കണ ഓള് വലിയ ഈമാനുള്ളവനെ കാണണോ? എടാ, ഈമാനുള്ള ഒരാളെ കാണണോ? പള്ളിയിൽ ഒതുവെടുക്കണ സ്ഥലത്ത് പോയി നിൽക്കും, കാണാം. ഇമാം ഗസാലി തങ്ങൾ പറയുന്നു, ഈമാനുള്ള ഒരാളെ കാണണമെങ്കിൽ 2 അടയാളുണ്ട്, 3 അടയാളുണ്ട്. ഈമാനുള്ള ഒരാളെ കാണാൻ ആഗ്രഹമുണ്ട്, സ്വർഗത്തിന്റെ അവകാശിയെ കാണണോ? 3 അടയാളം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒളിവെടുക്കേണ്ട സ്ഥലത്ത് പോയി നിൽക്കുക. ഏതെങ്കിലും ഒരു വാപ്പ സമാധാനത്തോടെ, ധൃതി ഒന്നും കാണിക്കാതെ സമാധാനത്തോടെ സൂക്ഷ്മതയോടുകൂടി ഒളിവെടുക്കുന്നത് കണ്ട നീ മനസ്സിലാക്കണം അവൻ ഈമാനുണ്ടെന്ന്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാതെ താടിയ ഈമാന്റെ അടയാളം. എത്രയോ ചങ്ങായിമാർ ഇവിടെ വരെ വളർത്തി കഞ്ചാവ് അടിച്ചിട്ട് നടക്കുന്നവൻ ഇത്രയും താടിയുണ്ട്. ഉസ്താദ്മാർക്ക് മാത്രമല്ലല്ലോ, ഹാജിയാർക്ക് മാത്രമല്ലല്ലോ, തഴമ്പ് ഒരച്ചൊരച്ചിട്ടുണ്ടാക്കിയതാ. ഓന്റെ കയ്യിലിരിപ്പ് കണ്ടിട്ടുണ്ടാ? തഴമ്പുള്ളവന്റെ ഒക്കെ കയ്യിൽ ഹജ്ജിന് പോയ ഹാജിയാര് പലിശയ്ക്ക് കൊടുക്കണില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, ഈമാൻ ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ഹൗദിന്റെ കരയിൽ പോയി നോക്കി നിൽക്കുക, കാണാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.
എടാ ഒളുവെടുക്കുന്ന സമയത്ത് എന്തിനാ ഒളുവെടുക്കണമെന്ന് ആദ്യം മനസ്സിലാക്കുക. മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ ഒളുവെടുക്കുമ്പോ നിറം തന്നെ മാറും, പേടിച്ചിട്ട്. മഹാനവറുകളുടെ രൂപം തന്നെ മാറുക, അവിടുത്തെ നിറം പോലും മാറിപ്പോകുന്നു, കൈകാലുകൾ വിറയ്ക്കും, കണ്ണുനീരിങ്ങനെ ഒഴുക. ഇത് കണ്ടപ്പോ എല്ലാരും ചോദിച്ചു, എന്തിനാ തങ്ങളെ ഒളുവെടുക്കുമ്പോ ഇങ്ങനെ കരയണേ? ഈ ഒളുവ് ചെയ്യുന്ന സമയത്ത് എന്തിനാ ഇത്ര കരയണേ? ആ സമയത്ത് മഹാനവറുകൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? 40ഉം 50ഉം വയസ്സുള്ള ഉമ്മമാരുണ്ട്, ഇന്നു വരെ നിനക്ക് തോന്നിയിട്ടില്ല. ഒളുവെടുക്കുമ്പോ ഇന്നു വരെ നിനക്ക് തോന്നിയിട്ടുണ്ടോ പെങ്ങളെ? വാപ്പാ, മഹാനവറുകൾ അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഒളുവെടുക്കുന്നത് അല്ലാഹനെ കാണാനാ. കല്യാണ വീട്ടിൽ പോകാൻ ഒരുങ്ങുന്ന പെങ്ങള്, പിന്നെയും പിന്നെയും കണ്ണാടിയുടെ മുന്നിൽ നോക്കുന്ന പെങ്ങള്, ചെറുപ്പക്കാരാ എന്ന് കൂട്ടുകാരോട് ചോദിക്കുന്ന പൊന്നുമക്കള്, ഒളുവെടുക്കുന്നത് എന്തിനാടാ? അല്ലാഹനെ കാണാനാടാ, അല്ലാഹുടെ മുന്നിൽ പോയി നിൽക്കാനല്ലേ. അതിനു വേണ്ടിയല്ലേ ഒളുവെടുക്കുന്നത്, അതിനു വേണ്ടിയല്ലേ ഒളുവെടുക്കുന്നത്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ തങ്ങൾ പറയുകയാ, പ്രവാചകന് സ്വഹാബത്തിന്റെ എതിരെ തിരിഞ്ഞിരുന്നു. എന്നിട്ട് പറഞ്ഞു, സ്വഹാബാ, ഒളുവെടുക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചോ സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഒളുവെടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. എങ്ങനെയാണ് ഒളുവെടുക്കേണ്ടതെന്ന് പ്രവാചകൻ അവിടെ നിന്ന് കാണിച്ചു കൊടുക്കുകയാ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ സഹാബാ? സ്വഹാബാ, ഞാൻ ഒളുവെടുത്ത് കാണിച്ചു തന്നതുപോലെ നിങ്ങൾ ആരെങ്കിലും ഒളുവെടുത്താ നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, കൈ കഴുകുമ്പോ കൈ കൊണ്ട് ചെയ്ത പാപമുണ്ടല്ലോ, മുഖം കഴുകുമ്പോ വാ കഴുകുമ്പോ നിന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും എടാ ഈ കൈയുടെ നഖത്തിനടിയിലൂടെ വെള്ളത്തുള്ളികൾ താടിലേക്ക് വീഴുമ്പോ നിന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങളാടാ കഴുകിക്കളയുന്നത്, നിന്റെ പാപങ്ങളാണ് ആ വെള്ളത്തുള്ളികൾ പോകുന്നത്. അതുകൊണ്ട് ഒന്നുവെന്ന് പറയുന്നത് ചെറിയ ഒരു അമലല്ല, അത് ശുദ്ധീകരിക്കുന്ന അമലാ, പാപം കഴുകാൻ പറ്റുന്ന അമലാ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, ധൃതി വേണ്ടടാ പൊന്നുമോനെ, അശ്രദ്ധ വേണ്ടടാ പൊന്നുമോനെ, അലംഭാവം വേണ്ട പെങ്ങള്, സമാധാനത്തോടുകൂടി നീ നിന്ന് ഒളുവെടുക്ക്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായി മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യനതാ ഒളുവിനെ ശരിയാക്കിയാൽ, നല്ല നിലയിൽ ഒളുവെടുത്ത് കഴിയുമ്പോ ആഗ്രഹമില്ലേ മക്കത്ത് പോകാൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ പോകാൻ. ആ കഅബാലയത്തിന്റെ മുറ്റത്ത് ചെന്ന് നിൽക്കുമ്പോ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ലുണ്ടല്ലോ, ആ കല്ലിങ്ങനെ കഅബാലയത്തിന്റെ ഒരു ഭാഗത്ത് വെച്ചിരിക്കുന്നത് കാണുമ്പോ ജനങ്ങൾ മുഴുവനും ഒന്ന് തൊടുന്നതിന് വേണ്ടി, ഒന്ന് ചുംബിക്കുന്നതിന് വേണ്ടി തിരക്ക് കൂട്ടുന്നത് കാണുമ്പോ കൊണ്ടുപോയ ഉസ്താദ് പറഞ്ഞു തരികയാ, ആ കല്ലിൽ ആരെങ്കിലും ഒന്ന് ചുംബിച്ചാ അവന്റെ പാപം മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് പറയുമ്പോ കൊതിയല്ലേ പെങ്ങള്, കൊതിയല്ലേ വാപ്പാ? അതിലൊന്ന് തൊടാൻ കഴിഞ്ഞാൽ അതൊന്ന് ചുംബിക്കാൻ കൊതിക്കുമല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഒന്നുവും അതുപോലെ തന്നെയാ മോള്. ഒന്നുമെടുക്കുന്ന സമയത്ത് നിന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു കഴുകിക്കളയുകയാണ്. നിന്റെ ചെറുപാപങ്ങൾ അവിടെ പോയി മുത്തിയാ നിന്റെ സർവ്വ പാപങ്ങളും അല്ലാഹു പൊറുക്കുമല്ലോ. ഇവിടെ നീ അങ്ങനെ പടച്ചവനെ ഒന്നുമെടുക്കുന്ന സമയത്ത് സൂക്ഷ്മതയോടുകൂടി ഒന്നുമെടുത്താ
പരിപൂർണമായി ചെയ്ത തീരുമ്പോ നിന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുകയാ. നിന്റെ ഉമ്മ പ്രസവിച്ചിട്ടതുപോലെ പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ പോയി നിൽക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, പാപം പൊറുക്കാനുള്ള മൂന്നാമത്തെ എളുപ്പ വഴി എന്തെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ നല്ല രീതിയിൽ ഉദവെടുത്താ അവൻ ഉദവെടുത്ത് കഴിയുമ്പോ ആ വെള്ളത്തുള്ളികളിൽ അല്ലാഹു അവന്റെ പാപം പൊറുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ